ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം ചൂടി എലേന റിബാക്കിന. ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് റിബാക്കിന ആദ്യ ഓസ്ട്രേലിയൻ ഓപ്പൺ സ്വന്തമാക്കുന്നത്. മനീഷ് ഐഷ മാത്യു സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, എന്തായാലും 1-ാം നമ്പർ താരത്തെയാണ് റിബാക്കിന പിന്തള്ളി ഇപ്പോൾ കിരീടം ചൂടിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നു മത്സരം പുരോഗമിച്ചത് ഇന്നത്തെ? സ്വതി, ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ 2023 തനി ആവർത്തനം എന്നുള്ളതായിരുന്നു. അന്ന് 2023 റിബാക്കിനയെ പരാജയപ്പെടുത്തിയാണ് സബലങ്ക തന്റെ ആദ്യ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം സ്വന്തമാക്കുന്നത്. അതിനൊരു മധുര പ്രതികാരമാണ് ഇന്ന് റിബാക്കിന നടത്തിയത്. മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ തുടർച്ചയായി 4 വർഷമാണ് സബലങ്ക ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിൽ എത്തിയത്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി പരാജയപ്പെടുന്നു. ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ 2 താരങ്ങളും ഒരു സെറ്റ് പോലും കൈവിടാതെയാണ് ഫൈനലിലേക്ക് എത്തിയത്. ആദ്യ സെറ്റ് 6-4 എന്ന സ്കോറിന് അനായാസം റിബാക്കിനെ സ്വന്തമാക്കുന്നു. പിന്നാലെ രണ്ടാമത്തെ സെറ്റിൽ സബലങ്കയുടെ ശക്തമായ തിരിച്ചുവരവ് 6-4 ആ സെറ്റ് സബലങ്ക സ്വന്തമാക്കി. പക്ഷേ അവസാന സെറ്റിൽ റിബാക്കിനയുടെ തുടർച്ചയായിട്ടുള്ള ഏസ് പോയിന്റുകൾക്ക് പകരം വെക്കാൻ അല്ലെങ്കിൽ അതിനൊരു മറുപടി നൽകാൻ സബലങ്കയ്ക്ക് കഴിയാതെ വരുന്നു. അങ്ങനെ സബലങ്ക ഈ ഫൈനലിൽ കൂടി അടിയുറവ് പറഞ്ഞതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും കഴിഞ്ഞ 2 വർഷങ്ങളായി സബലങ്ക ഫൈനലുകളിൽ കാലിടുന്നത് ഒരു തുടർക്കാഴ്ചയായി വരികയാണ്. കഴിഞ്ഞ വർഷം ഗ്രാൻഡ് സ്ലാമിൽ 2 ഫൈനലുകൾ സബലങ്ക തോറ്റിരുന്നു. അതിന് പിന്നാലെയാണ് ഇതിപ്പോൾ ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഈ വർഷവും ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഒരു പരാജയത്തോടെ തുടങ്ങുന്നത്. എന്തായാലും ഇനിയിപ്പോൾ വരുന്ന ഫ്രഞ്ച് ഓപ്പണിൽ ഒരു ശക്തമായ തിരിച്ചുവരവ് സബലങ്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെ കരുതാം. എന്തായാലും 5-ാം റാങ്കുകാരായിട്ടുള്ള റിബാക്കിന അങ്ങനെ തന്റെ കരിയറിലെ ആദ്യ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയിരിക്കുകയാണ്. തന്റെ കരിയറിലെ 2ാമത്തെ ഗ്രാൻഡ് സ്ലാമാണ് റിബാക്കിന സ്വന്തമാക്കിയിരിക്കുന്നത്. നേരത്തെ 2022 വിംബിൾഡണിലും റിബാക്കിന ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയിരുന്നു. ശരി മനീഷ്.